അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പല വാർഡുകളിലും അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലടക്കം UDF-ന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു. ശ്രീകണ്ഠൻ MP പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ വിടുന്നത് ഇനി പറഞ്ഞ് നമ്മളടക്കം നാറണ്ട. വെറുതെ എന്തിനാ ഇനി അതിന് വർത്താനം പറയണത്? ആ പേരിനി അങ്ങോട്ട് ഒഴിവാക്കി. നിങ്ങൾ പുതുനഗര പഞ്ചായത്തിലെ ലീഗാണ് ഭരിക്കുന്നത്. അവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഈ ടേമിലുള്ളത് BJP ആണ്. പക്ഷെ അവിടെയും 4 സീറ്റുകളിലാണ് BJP മത്സരിക്കാതിരിക്കുന്നത്. പിന്താങ്ങാൻ ആളില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടെ ആളില്ല തങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങളെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഏഷ്യാനെറ്റുകാരൻ തന്നെ ചോദിക്കണം. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അത് പരിശോധിച്ചാൽ മതി. ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അതെന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മതി. കൃത്യമായിട്ട് അദ്ദേഹമല്ലേ ഈ കേരളത്തിൽ നയിക്കുന്നത് BJP-യെ. അതങ്ങോട്ട് പരിശോധിക്കുക. അതാണ് അതിനുള്ള ഉത്തരം. ഞാനത് പറഞ്ഞല്ലോ. പൊളിറ്റിക്കലി അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 43 സീറ്റുകളിൽ കോൺഗ്രസ് BJP ലീഗ് ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ. അവർക്കെന്തെന്ന് അധികാരത്തിന് വേണ്ടി ആരുമായിട്ട് കൂട്ടുകൂടില്ലേ? ഈ പാലക്കാട് ടൗണിൽ ബൈ ഇലക്ഷനിൽ ഒരു കയ്യിൽ മറ്റേ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും, മറ്റൊരു കയ്യിൽ BJP അല്ലേ? BJP-ൻ്റെ 10,000 വോട്ട് ഒന്നാ പിടിച്ചോ. ഞങ്ങളിപ്പുറത്ത് SDPI-ൻ്റെയും ജമാഅത്തിൻ്റെയും എല്ലാ വോട്ടും ഞങ്ങൾ തന്നകളയാ. ഇതല്ലേ അവർ സ്വീകരിച്ച നിലപാട്? അവർക്കെന്ത് മുസ്ലിം ലീഗ്, അവർക്കെന്ത് മറ്റൊരു പാർട്ടി? അധികാരത്തിന് വേണ്ടി, ആ അധികാരത്തിലൂടെ അഴിമതി നടത്തുന്നതിനുള്ള ആർത്തി മൂത്തിട്ടാണ് ഇത്തരം നിലപാടുകളെല്ലാം ഇവർ ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല. ഏത് വിധത്തിലും ആരെ കൂട്ടുപിടിച്ചും ഏത് വർഗീയവാദികളെ കൂട്ടുപിടിച്ചും അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഉദ്ദേശം വയ്ക്കുന്നത്. അത് മറ്റൊരു തരത്തിൽ BJP-ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഉറപ്പല്ലേ? കോലീബി സഖ്യം നമ്മൾ കണ്ടതല്ലേ? കേരളത്തിലാകെ നടത്തിയ കോലീബി സഖ്യം ഇപ്പോഴും പലയിടങ്ങളിലും രഹസ്യമായി നടക്കുന്നു. ചിലവിടെ മറനീക്കി പുറത്തു വരുന്നു. അതാണ് പുതുനഗരം പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് കൃത്യമായി നിങ്ങൾ പത്രക്കാർ, മാധ്യമങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ചുകൂടി ഞങ്ങളെക്കാളും നല്ല. ഞങ്ങൾക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കാണ്. ഞങ്ങൾ അതിൻ്റെ പിറകിൽ പോട്ടെ. നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് കണ്ടുപിടിക്കുക. ജില്ലയിൽ ഈ പല സ്ഥലത്തും പാർട്ടിയുടെ നേരത്തെയുള്ള പ്രാദേശിക നേതാക്കളും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വിമതരായി മത്സരിക്കുകയാണ്. അതിനൊരു പൊതു സംവിധാനമുണ്ട്. അപ്പോൾ വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, അലനല്ലൂർ, കോട്ടോപ്പാടം ഇവിടെയൊക്കെ പാർട്ടിയിൽ പണ്ട് സജീവമായിരുന്ന ആളുകളാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. CPM-ലും മനുഷ്യന്മാരാണല്ലോ പ്രവർത്തി. മനുഷ്യന്മാരുടെ പാർട്ടിയാണല്ലോ. അപ്പോൾ പല ഘട്ടത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഈ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. എന്നാലും അതിലൊന്നും തൃപ്തിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ മത്സരിക്കാൻ ഒരു ചിന്ത വരും. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിന് എന്തിനാണ് നമ്മൾ തടയുന്നത്? നമ്മളെന്തിനാ എങ്ങനെ തടയേണ്ട കാര്യം? അവർ മത്സരിക്കട്ടെ. അവരെല്ലാം കൂടി മത്സരിക്കുമ്പോഴേ ജനാധിപത്യത്തിൻ്റെ എന്താ പറയാൻ ഏറ്റവും ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു സൗന്ദര്യം നമ്മൾ കാണുക അല്ലേ? ഞങ്ങളെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ചോദിക്കണ്ട. പൊതുവായ കാര്യങ്ങൾ പറയുക. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി നല്ല ഉജ്ജ്വല വിജയം ഈ പാലക്കാട് ജില്ലയിൽ 13-ന് ഉണ്ടാവും. അതായിരിക്കും അതിനുള്ള മറുപടി. നിങ്ങൾ എൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും എല്ലാം പറയിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനൊരു ആഘോഷമാക്കാൻ വേണ്ടി ഒന്നും നോക്കണ്ട. അപ്പം അതിനുള്ള സമയമില്ല ഞങ്ങൾക്ക്.